ഏഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. തിരുവചനം പാടിയിടൂ, ഹല്ലേലൂയ, പാടിയിടൂ, ഹല്ലേലൂയ. കാലിനു ദീപമേകുമത്, പാതയ്ക്കൊളി നൽകുമത്, കാലാന്തരങ്ങളെ പ്രഭ ചൊരിയും ദീപസ്തംഭമത്. തിരുമധുരം തിരുവചനം തെളിടു സോദരരെ, പാടിയിടൂ, ഹല്ലേലൂയ, പാടിയിടൂ, ഹല്ലേലൂയ. തിരുവചനം എന്ന പരിപാടിയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സുവിശേഷകൻ ബൈജു മാത്യു, പാലക്കാട്. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവനായിരിക്കട്ടെ. കഴിഞ്ഞ തവണ കേൾപ്പാൻ വേഗത എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ദൈവം അനുവദിച്ചാൽ പറവാൻ താമസം എന്നുള്ള ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. വേഗത്തിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലായി കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിന്റെ വചനമാണ് നാം കേൾക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ഇഷ്ടമില്ലാത്തതും നാം കേൾക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നാം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേൾക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ് എന്നുള്ളത് നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പറവാൻ താമസം ഉണ്ടാവണം. എന്താണ് നാം പറയാൻ താമസിക്കേണ്ടത്? എന്താണ് പറവാൻ താമസം ഉണ്ടാകണം എന്ന് പറയുന്നത് കൊണ്ട് യാക്കോബ് ഉദ്ദേശിക്കുന്നത് എന്നീ കാര്യങ്ങൾ വളരെ ലളിതമായി ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വാക്കുകളെ സംബന്ധിച്ച് നാം എത്രമാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നുള്ളത് നിരവധി വാക്യങ്ങളിൽ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-37 വാക്യങ്ങളിൽ പറയുന്നത്, മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു വാക്യമുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും എന്ന് നാം വായിക്കുന്നുണ്ട്. സദൃശവാക്യം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ വാക്ക് പെരുകി അവിടെ ലംഘനം ഉണ്ടാകാതിരിക്കുകയില്ല എന്ന് വായിക്കുന്നു. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാനാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സദൃശവാക്യത്തിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. 17-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 17-ന്റെ 27-28 വാക്യങ്ങൾ, വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ. അതുപോലെ തന്നെ 28-ാമത്തെ വാക്യത്തിൽ, മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അധരമടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. ചില നാളുകൾക്ക് മുമ്പ് എനിക്ക് തൊണ്ടയ്ക്കൊരു പ്രയാസമുണ്ടായപ്പോൾ ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പം പറഞ്ഞത് സംസാരിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് 1 ദിവസമോ 2 ദിവസമോ അല്ല, 3 മാസം സംസാരിക്കരുത്, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം. സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചെന്ന് മാത്രമല്ല, എന്നെ പോലെയുള്ള സുവിശേഷം പ്രസംഗിക്കുന്നവരും ക്ലാസ്സുകൾ എടുക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അധ്യാപകരെ സംബന്ധിച്ചും രാഷ്ട്രീയ പ്രസംഗകരെ സംബന്ധിച്ചും ഒക്കെ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പ്രസംഗിക്കരുതെന്ന് മാത്രമല്ല എന്നോട് പറഞ്ഞത്, വീട്ടിൽ പോലും വർത്തമാനം പറയരുത് എന്ന് പറയുകയുണ്ടായി. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായി. എന്നെ സംബന്ധിച്ച് മാത്രമല്ല, സകല മനുഷ്യരെ സംബന്ധിച്ചും നിശബ്ദരായിട്ടിരിക്കണം എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാക്കും. പക്ഷേ ഇവിടെ തിരുവചനത്തിൽ വായിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്തിനോട് ബന്ധപ്പെട്ടാണ് പറവാൻ താമസമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ അതിനുള്ള വിശദീകരണങ്ങൾ യാക്കോബ് കൃത്യമായിട്ട് നൽകുന്നത് കാണാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. 2-ാമത്തെ വാക്യം, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. പറവാൻ താമസിക്കണം, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അധികം സംസാരിക്കരുത്, അല്ലെങ്കിൽ അധികം ഉപദേശിക്കരുത് എന്നുള്ള ആശയത്തിൽ യാക്കോബ് ഇവിടെ പറയുകയാണ്. നമ്മളും തെറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നാം പറയുന്ന കാര്യം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പറയരുത്, അല്ലെങ്കിൽ അത് ന്യായവിധിക്ക് കാരണമായിട്ട് തീരുമെന്ന് യാക്കോബ് ഇവിടെ വ്യക്തമായിട്ട് വിശദമായിട്ട് പറയുകയാണ്. 2 ചെവിയും 1 നാക്കുമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ചെവി 2 തന്നിരിക്കുന്നത് കൂടുതൽ കേൾക്കുന്നതിനും, നാവ് 1 തന്നിരിക്കുന്നത് അധികം സംസാരിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളതാണല്ലോ. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും 6-ാം വാക്യത്തിൽ വായിക്കുന്നു, നാവും ഒരു തീ തന്നെ. 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനുഷ്യർക്കാർക്കും നാവിനെ മെരുക്കാൻ കഴിയത്തില്ല എന്നവിടെ വായിക്കുന്നു. അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത് ഈ നാവുകൊണ്ട് തന്നെയാണ് കർത്താവും പിതാവുമായവനെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ നാവുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ
ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടാക്കിയ മനുഷ്യരെ ശപിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു വായിൽ നിന്ന് സ്തോത്രവും അതേ വായിൽ നിന്ന് ശാപവും പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊരിക്കലും യോഗ്യമല്ല എന്ന് 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് ഒരു ഉദാഹരണം കൂടെ പറയുകയാണ്. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരികയില്ല എന്നുള്ള നിലയിൽ അവിടെ ഒരു വിശദീകരണം നമുക്ക് കാണാനായിട്ട് കഴിയും. ഉപദേഷ്ടാക്കന്മാരാകുന്നത് തെറ്റല്ല, പക്ഷെ ഉപദേഷ്ടാക്കന്മാരാകുന്നെങ്കിൽ ആ ഉപദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നുള്ളത് ഇവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. യാക്കോബ് അതുകൊണ്ടാണ് നാവിന്റെ ദോഷത്തെക്കുറിച്ച് പറയുന്നത്. നാവ് ചെറിയൊരു അവയവമാണ്, പക്ഷെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതേസമയം അതുണ്ടാക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ വലുതാണ്. അതുപോലെ തന്നെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പ്രസംഗം മാത്രമല്ല നമുക്ക് വേണ്ടത്, ജീവിതവും നമ്മുടെ ആവശ്യമാണ്. സമൂഹം ജീവിതമാണ് കാണുന്നത് പ്രസംഗത്തെക്കാൾ ഉപരി. അതുകൊണ്ട് വളരെയധികം അക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. പരീശന്മാരെ കുറിച്ച് പറയുന്നത് അവര് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നു, പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഒരു കാര്യം അവർ ചെയ്യാൻ തയ്യാറല്ല. അവരുടെ ഉപദേശം കേൾക്കുക, അതനുസരിക്കുക. ഒരിക്കലും അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. കർത്താവ് നമുക്ക് മാതൃകയായിട്ട് തീർന്നത് കർത്താവിനെ അനുഗമിക്കുവാനായിട്ടാണ്, കർത്താവിനെ അനുകരിക്കുവാനായിട്ടാണ്. പൗലോസും അങ്ങനെ തന്നെ പറയുന്നുണ്ട്, എന്നെ അനുകരിപ്പിൻ. നമുക്കങ്ങനെ പറയുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ പ്രസംഗവും നമ്മുടെ ഉപദേശവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ വചനം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.